പോളിംഗ് പെർസെൻറ്റേജ് നിലവിൽ 70% എത്തിയിരിക്കുന്നു. എന്തായാലും ഇനി കഷ്ടിച്ച് 1 മണിക്കൂറില്ല എന്ന് തന്നെ പറയാം. 5 മണി വരെയാണ് പോളിംഗ്. മറ്റുള്ളവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട്. അതിനുശേഷവും വോട്ട് ചെയ്യാം. ടോക്കൺ ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രം. എന്തായാലും 70% നിലവിൽ പോളിംഗ് പെർസെൻറ്റേജ് എത്തിയിരിക്കുന്നത്. റഹീം നമുക്കൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. റഹീം, ഇവിടെ മായിൻ ഹാജി സൂചിപ്പിച്ചൊരു കാര്യം, ഈ സൗഹൃദ മത്സരം എന്ന് പറയുന്നത് അതിനെ വലിയ വിശാലമായ അർത്ഥത്തിലൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് പ്രാദേശികമായ അധികാര നിർവഹണ കേന്ദ്രങ്ങളിൽ ഉണ്ടായ ചില ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ് ഈ സൗഹൃദ മത്സരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ വരുന്ന UDF ഇനിയുള്ള, അതായത് UDF അവിടെ ഉണ്ടാകും, അവർ ഐക്യത്തിൽ തന്നെ ആയിരിക്കും, അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് വീണ്ടും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരർത്ഥത്തിൽ ശരിയുമാണ്. കാരണം താനൂരിൽ കഴിഞ്ഞ തവണ മുന്നണിയില്ല, ഇത്തവണയുണ്ട്. ചെറിയ മുണ്ടത്ത് കഴിഞ്ഞ തവണയില്ല, ഇത്തവണയുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ മാറി നിൽക്കും. അതായത് നിങ്ങൾക്ക് LDFന് അതിൽ നിന്ന് യാതൊരു ഗുണവും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, LDFനുള്ള ഗുണവും ഇതും ഞങ്ങൾ യഥാർത്ഥത്തിൽ അതിലൊന്നുമല്ല കണ്ണുവച്ചിരിക്കുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ വിജയമുണ്ടാകുമെന്ന് പറയുന്നത് ഈ UDFലുള്ള അന്തഃഛിദ്രങ്ങൾ കണ്ടിട്ടൊന്നുമല്ല. ജനങ്ങളൊന്നാകെ UDFനെ കൈവെടിയുന്നു. ജനങ്ങളുടെ ഇനി പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. ജനങ്ങളെ ആകർഷിക്കാൻ പോകുന്ന വളരെ ആത്മാർത്ഥതയുള്ള മുദ്രാവാക്യവും പരിപാടികളുമായി ഞങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രീ അരുൺ, സൗഹൃദ മത്സരം എന്നത് നമ്മുടെ ഭാഷാശാസ്ത്രത്തോടും ഭാഷയോടുമൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ആ പ്രയോഗം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് സൗഹൃദ മത്സരമാണ് നടക്കുന്നത്? ഏറ്റവും വലിയ ശത്രുതാ മത്സരം നടക്കുന്നത് അവിടെയല്ലേ? പരസ്പരം ഒരുമിച്ച് ഉണ്ടവർ, ഒരുമിച്ച് ഇറങ്ങിയവർ, ഒരുമിച്ചൊരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ, നേരത്തെ അരുൺ തന്നെ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ മുൻപ് ഒരുമിച്ചിരുന്ന് ഭരിച്ചവർ, അവരിങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്നത് എന്താ? ഇരുകൂട്ടരും, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലീഗും പരാജയപ്പെടണമെന്ന്, ലീഗിൻ്റെ ആഗ്രഹം കോൺഗ്രസ് പരാജയപ്പെടണം. അതിനാണ് അവർക്ക് പ്രഥമ പരിഗണന. അതിനുവേണ്ടി പരസ്പരം ആവശ്യമായത് എന്തൊക്കെ കൊള്ളരുതായ്മകളുണ്ടോ അതെല്ലാം വിളിച്ചു പറയും. അപ്പോൾ ഈ സൗഹൃദ മത്സരം എന്ന പദം തന്നെ യഥാർത്ഥത്തിൽ വല്ലാത്ത പിശകാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സൗഹൃദ മത്സരമല്ല, ഏറ്റവും വലിയ കുഴപ്പമാണ് ഉണ്ടാകുന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം, പക്ഷേ അവിടെ ഒരു പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം സാധ്യതയുള്ള ഒരു സമയമാണ് ഇത്. അതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് മുതലെടുക്കാൻ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പലയിടത്തും അത് ഈ പറയുന്ന മാത്രമല്ല, UDFനകത്ത് ഉടനീളം, ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥലമാണ്. 15-ടത്താണ് UDFന് റിബലുള്ളത്. അത് കേരളത്തിലെമ്പാടുമുണ്ട്. കേരളത്തിൽ ഈ സമരവും ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എന്താ? ഷർട്ടൂരി കളഞ്ഞിട്ട് പ്രകടനം നടത്തി തൃശ്ശൂരിൽ. ആദ്യം മുതൽ KPCC പ്രസിഡന്റ് ആസ്ഥാനത്ത് പോലും, KPC ആസ്ഥാന മന്ദിരത്ത് പോലും പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരം DCC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. കൊല്ലത്ത് DCC പ്രസിഡന്റിനെ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥയുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിട്ടുപോയി. ലീഗിൻ്റെ ആലപ്പുഴയിൽ കായംകുളത്ത് ഉൾപ്പെടെ ലീഗിൻ്റെ ഭാഗത്ത് വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളുണ്ടായി. ഇത് വ്യാപകമായി ഒരിടത്തല്ല, ഒരു സർവ്വവ്യാപിയായിരുന്നു ഈ പറയുന്ന സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മുന്നണിക്കകത്തും UDFിൻ്റെ ഓരോ പാർട്ടിക്കുള്ളിലും ഉണ്ടായ നിരവധി പ്രശ്നങ്ങൾ. ഇവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത തവണ എന്തെന്നുള്ളതല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഫലം ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയപ്രതീക്ഷ വയ്ക്കുന്നത് ഇതൊന്നും കണ്ടിട്ടില്ല, ഈ ചക്രത്തിൽ പോരാട്ടം കണ്ടിട്ടല്ല. ഞങ്ങൾ യഥാർത്ഥ വിജയപ്രതീക്ഷ വയ്ക്കുന്നത്, ഞങ്ങൾ വയ്ക്കുന്ന പരിപാടി എന്ത് കണ്ടിട്ടാണ്? ശ്രീ മായിൻ ഹാജി അദ്ദേഹം പറയട്ടെ, എന്ത് കണ്ടിട്ടാണ് UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തേണ്ടത്? കേരളത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം നേരിടുന്നു. സംഘപരിവാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നുള്ളൊരു പരിശ്രമം, അതിനുള്ളൊരു ശ്രമം അവർ നടത്തുന്നു. അങ്ങനെ നടത്തുന്ന ചെറിയ ശ്രമത്തെ പോലും കേരളത്തിൻ്റെ മതേതര മനസ്സ് ഒറ്റ മനസ്സാൽ നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സമയത്ത് എന്തേ അതിൽ ഇടതുപക്ഷം മാത്രം ഒറ്റയ്ക്കായി പോകുന്നു? ഇതൊരു വലിയ പ്രശ്നമല്ലേ? കേരളം അത് ചർച്ച ചെയ്യാതിരിക്കുമോ? മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? പിന്നെ അദ്ദേഹം നേരത്തെ ഒരുമിച്ച് മത്സരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ പന്നന്നൂർ, ഞങ്ങളെങ്ങും ഒരാളുമായിട്ടും ഒരു അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പന്നന്നൂർ, അവിടെ യഥാർത്ഥത്തിൽ UDFനും അതോടൊപ്പം തന്നെ BJPക്കും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് UDF എടുക്കുന്നൊരു സമീപനം, പ്രത്യേകിച്ചും കോൺഗ്രസ് എടുക്കുന്നൊരു സമീപനം ദേശീയ തലത്തിൽ തന്നെ. ഇപ്പോൾ ഈ വാർത്ത പോകുമ്പോൾ നമ്മൾ നേരത്തെ പരാമർശിച്ചതാണ്, അരുന്ധതി റോയ് അവരുടെ പുരസ്കാരം മടക്കി നൽകിയിരിക്കുന്നു. രാജ്യം ഒരു കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടമായ, രാഷ്ട്രീയമായ കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യേണ്ട, രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടിയായ തിരഞ്ഞെടുപ്പ് വേദിയിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അത്തരം കാര്യങ്ങളിൽ മൗനം ദീക്ഷിച്ചു എന്നത് മതേതര കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതിൽ മതേതര കേരളത്തിൻ്റെ ശക്തമായ പ്രതികരണം UDFന് വിരുദ്ധമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.